നല്ല പടം, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല പടം. കോമഡി സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നല്ല കോമഡിയാണ്. പിന്നെ ഇതുവരെ വരാത്തൊരു കണ്ടന്റ് ആണ്. നമ്മുടെ കേരള, തമിഴ്നാട് ഏത് ലാംഗ്വേജ് എടുത്താലും ഇതുപോലെ വരാത്തൊരു കണ്ടന്റ് ആണ്. നല്ല 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 ട്രൈ ആണ്. അഡൽട്ട് കോമഡിയാണ്, പക്ഷെ കുട്ടികൾ ഓഫ് കോഴ്സ് പറ്റില്ല. പക്ഷെ 18+ എല്ലാ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു നല്ല പടം. താങ്ക് യു. സിനിമ തമിഴിൽ നിന്നാണ് പ്രമേയം വന്നിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ആണ് പടം. 18 വയസ്സിന് മീതുള്ളവർക്കാണ് ഈ സിനിമ കാണാൻ പറയുന്നത്. ഒരു ആഗ്രഹവും പൂർത്തീകരിക്കാതെ ആരും നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തുനിന്ന് വിട പറയുന്നില്ല എന്നാണ് ഈ പ്രമേയം പറയുന്നത്. ഇതിൽ സെക്സ് അല്ല പറയുന്നത്, അതിൻ്റെ അടുത്തുള്ള പ്രമേയം അങ്ങനെയാണ് കാണിക്കുന്നത്. സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. എല്ലാവർക്കും രസിച്ചിട്ട് തന്നെ ഈ സിനിമ കാണാൻ പറ്റും. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്, എല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഈ ലോകത്തുനിന്ന് പോകുന്നുള്ളൂ എന്നാണ് സിനിമ പറയുന്നത്. 18 വയസ്സിന് മീതിയുള്ളവരാണ് ഈ സിനിമ കാണുന്നത്. അത് സർട്ടിഫിക്കറ്റ് ഉള്ളതും അത് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ വേറെ സെക്ഷൽസ് അങ്ങനത്തെ ഒരു സിനിമയല്ല അത്. പ്രമേയം ഇതാണ് പറയുന്നത്. പ്രായമായിട്ടുള്ള ആളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹങ്ങൾ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് പോകുമ്പോൾ നല്ല എൻഡിങ്ങിലാണ് പോകുന്നത് ഈ സിനിമ. രസമായിട്ട് കോമഡി അതാ പറഞ്ഞത്. ഇതൊരു ദ്വയാർത്ഥമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും അത് ദ്വയാർത്ഥമാണ്, പക്ഷെ പറയുന്ന കാര്യങ്ങൾ രസമായിട്ടാണ് വന്നിരിക്കുന്നത്. തമിഴാണ്, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ട്, അതുകൊണ്ട് രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അങ്ങനെയൊന്നും അല്ല പ്രമേയം. നാട്ടിൽ നടക്കുന്നതല്ല, ഓരോ വ്യക്തികളുടെ ലോകത്തുണ്ടാവുന്ന ഓരോ വ്യക്തികളുടെ ഓരോ ആഗ്രഹങ്ങളുണ്ട്. അത് പല രീതിയിലാണ് പറയാറ്. ചിലപ്പോൾ അത് ഗോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പല കാര്യങ്ങൾ. ഇതൊന്നുമല്ല, മരിച്ചു കഴിഞ്ഞിട്ട് ഡെഡ് ബോഡി ദഹിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുക, അത് എടുക്കുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു സംഭവമാണ് ഇതിന്റെ പ്രമേയം. പ്രമേയത്തിന്റെ ആശയം പുറത്തു വിടുന്നില്ല, അത് പടം കണ്ട് മനസ്സിലാക്കട്ടെ. പക്ഷെ ഓരോ വ്യക്തികളിലും വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ആൾക്കാരും സിനിമ പറയുന്നുണ്ട് എന്താന്നുള്ളത്. അത് നമുക്ക് ചിരിച്ചിട്ടാണ് പടം കാണുന്നത്. പടം കാണുമ്പോൾ അറിയാം. വളരെ രസകരമായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. എല്ലാ ആൾക്കാർക്കും വളരെയധികം ആസ്വദിക്കാം ഈ സിനിമ. എന്തായാലും വളരെ രസകരം. എന്തായാലും സിനിമ പറയട്ടെ, ആൾക്കാർ കണ്ടിട്ട് സിനിമ പറയട്ടെ എന്താണെന്ന്.